ഞാൻ പോകുന്ന വഴി കണ്ടോ? നമ്മുടെ ഷാർജ മൂവിയിൽ ഞാൻ കഴിഞ്ഞ ഈദിന് പള്ളിക്ക് വന്ന ആ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അവസ്ഥയാണിത്. ഹലോ ഗായ്സ്, വെൽക്കം ടു മഴ വീഡിയോ. UAE അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. ഞാൻ ആക്ച്വലി എൻ്റെ DIPയിലുള്ള എൻ്റെ ഹെഡ് ഓഫീസിൽ വന്നതാണ്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാവരും ഞങ്ങളെ ഓഫീസൊക്കെ ക്ലോസ് ചെയ്തു. എന്നിട്ട് എല്ലാവരും വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പം അത്രയും മഴയാണ്, റോഡെല്ലാം ബ്ലോക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്ല ട്രക്കെല്ലാം വരുന്നുണ്ടല്ലോ വെള്ളത്തിൽ. കാരണം 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഏകദേശം നല്ല വെള്ളക്കെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ താഴ്ന്ന പ്രദേശമാണ്. നന്നായിട്ട് മൈ ഗോഡ്. അതായത് പെട്ടെന്ന് മറ്റേ വണ്ടിയില്ലേ, അവർ ശ്രദ്ധിക്കുന്നില്ല, അവരെ കാര്യം നോക്കി പോവാണ്. അവര് പെട്ടെന്ന് പോകുമ്പോ അവിടുത്തെ വണ്ടിയുടെ വെള്ളം മൊത്തം എന്റെ ഗ്ലാസിന്റെ മുകളിൽ വീണു. അങ്ങനെ എനിക്ക് കുറച്ചുമേ വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എന്റെ മുമ്പിൽ വലിയ ട്രക്കും ഉണ്ടായിരുന്നു. മൈ ഗോഡ്, അത് വലിയൊരു ഡേഞ്ചർ കേസ് കേട്ടോ. ഒന്നാമത് റോഡിന്റെ വിസിബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. പേടിയാകുന്നു. പേടിയൊന്നുമില്ല. ഇവിടെ വഴിയിലെല്ലാം കിടന്ന് സ്റ്റക്കായി കിടന്ന് എത്ര മണിക്കൂർ കിടക്കേണ്ടി വരും? അവസ്ഥ ഓർത്ത് നോക്കിയേ. ചിലപ്പോ വണ്ടി ഫെയിലായി, കുഴപ്പമില്ലാന്ന് വെക്കാം, എന്തെങ്കിലും ആക്കാന്നിരിക്കാം. ഇത് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? കഴിഞ്ഞ ആ പ്രളയത്തിൽ ഇതേപോലെ സംഭവിച്ചതാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലോക്കായി. അങ്ങനെ ആൾക്കാർ അവിടെ വെച്ച് വണ്ടിയിലകത്ത് ഇരുന്നു. വെള്ളം കയറി വന്ന് വണ്ടി മുങ്ങി. ഓൾമോസ്റ്റ് കുറെ വണ്ടികൾ. അങ്ങനെ ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്നും എൻ്റെ ഫ്ലാറ്റുള്ള ഷാർജ മൊബൈലിൽ എത്തിയപ്പോഴേക്കും ഇതായിരുന്നു അവസ്ഥ. ഏകദേശം എല്ലാ ഏരിയകളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കച്ച ഏരിയകളിലും അതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളൊക്കെ ഏകദേശം മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ പാർക്കിംഗ് ഏരിയ. എൻ്റെ പാർക്കിംഗ് ഏരിയ സേഫാണ്, ഇങ്ങോട്ട് വെള്ളം കയറില്ല. ചുറ്റുഭാഗത്തൊക്കെ വെള്ളമാണ് അവിടെ ഇവിടെ. എന്ത് പരിപാടി? പുറത്ത് നല്ല മഴ, പഴംപൊരിയും ചായയും. അങ്ങനെ നമ്മൾ വീണ്ടും വെള്ളപ്പൊക്കം വരുമ്പോ മാത്രം കാണപ്പെടുന്ന ജീവി. ഇത് മഴയുടെ 2ാമത്തെ ദിവസം. UAE ഒരാഴ്ച മഴയുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട് പോയി. ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഓക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈവനിങ്ങോട് കൂടി ശക്തമായിട്ടുള്ള മഴ വീണ്ടും വന്നിരിക്കുകയാണ്. പാവം വഴിയിലായി. എൻ്റെ മൊത്തം സെൻസർ അടിയുന്നുണ്ട്. ഇത് വെള്ളം സെൻസറിനെ കൊള്ളുമ്പോൾ ഇത് റോഡിൽ വല്ല കുഴി ഉണ്ടാവുമെന്നാ പേടി. ഓ, മെയിൻ റോഡാണ് കേട്ടോ. ഇനി വെള്ളം കൂടുതലായും കാണപ്പെടാനുള്ള ചാൻസ് ഉള്ള മറ്റൊരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ സഫാരി മാളിൻ്റെ അവിടെ. ഈ സൈഡ് വെള്ളമില്ല, പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല വെള്ളമുണ്ട്. സഫാരി മാളിൻ്റെ ഓവർ ബ്രിഡ്ജാണ്. മൊബൈൽ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റും കഴിഞ്ഞ് ഇതാ മുൻപോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ടാങ്കറുകൾ വന്ന് ഇങ്ങനെ വെള്ളം വലിക്കുന്നു. ഓ, കണ്ടോ ഇവിടെ ഈ സൈഡ് കണ്ടോ? ഈ സൈഡൊക്കെ വെള്ളത്തിൽ മുങ്ങി കേട്ടോ. ഈ ഭാഗമൊക്കെ ബഹാർ. ഈ ഒരു പ്രദേശം മൊത്തം വെള്ളത്തിലായി. ഈ സൈഡൊക്കെ കണ്ടോ? നമ്മുടെ ഷാർജ മൂവിയിൽ ഞാൻ കഴിഞ്ഞ ഈദിന് പള്ളിക്ക് വന്ന ആ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അവസ്ഥയാണിത്. ഈ ഏരിയ മൊത്തം വെള്ളത്തിലാണ്.
ഇതൊക്കെ റോഡാണ്. ഈ പ്രദേശം മൊത്തം വെള്ളത്തിലായിരിക്കുകയാണ്. അടുത്ത മഴക്കുള്ള കോള് വരുന്നുണ്ട്. ആകാശം കണ്ടതാ? കാർമേഘം കണ്ടോ? ഇവിടെ വെതർ ഫോർകാസ്റ്റിലുള്ളത് 7 മണി മുതൽ ഷാർജയിൽ വീണ്ടും മഴയെന്നാണ് വന്നത്. യുദ്ധത്തിൻ്റെ കൂടെ മഴ എല്ലാം കൂടി ജനജീവിതം സ്തംഭിച്ചു. യുദ്ധത്തിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ആൾക്കാരൊക്കെ റിലാക്സ്ഡ് ആയിരുന്നു, മീൻസ് പുറത്ത് പോകാനും ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴ വന്നപ്പം മൊത്തം ബ്ലോക്കായി, ഒരുപാട് വാഹനങ്ങളൊക്കെ വഴിയിലായി. ഗായ്സ്, ഞാൻ പോകുന്ന വഴി കണ്ടോ? ഇന്നലെ മുതൽ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. എല്ലാ പാർക്കിങ്ങും ഫ്രീ ആണ് ഷാർജയിൽ. ഓഫീസുകൾക്കൊക്കെ വർക്ക് ഫ്രം ഹോമും പിന്നെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഓഫൊക്കെയാണ്. നാട്ടുകാർക്കൊക്കെ ഒരു കാഴ്ചയാണിത്. ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കടക്കാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. താഴെയുള്ള നെസ്റ്റോയിൽ നിന്നും സീബ്രീം വാങ്ങി നേരെ ഫ്ലാറ്റിലേക്ക് രാത്രി ഗ്രിൽ ചെയ്യണം. തൽക്കാലം മഴ കുറഞ്ഞിട്ടുണ്ട്. UAE വെതർമാൻ പറഞ്ഞത് ബുധനാഴ്ച, അതായത് 25-ന് അതിശക്തമായ മഴ ഉണ്ടാകും. അന്ന് പ്രളയ സമയത്ത് ഉണ്ടായതിൻ്റെ 60% വരും എന്നൊക്കെയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ എൻ്റെ ഈ മഴ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.